ഹായ് ഓൾ വെൽക്കം ടു മൈ ക്ലാസ്. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ക്ലാസ് 5 മാത്സിലെ ചാപ്റ്റർ 1 ആയിട്ടുള്ള ലൈൻസ് ആൻഡ് സർക്കിൾസ് ആണ് കേട്ടോ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചാപ്റ്ററിൻ്റെ പേര് വരുന്നത് ലൈൻസ് ആൻഡ് സർക്കിൾസ് എന്നാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് ആദ്യമേ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ സെറ്റ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്തിട്ട് പരിചയം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിന് ഓരോ ആംഗിൾസ് ഉണ്ട്, അത് കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യമാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം വലിയ സെറ്റ് സ്ക്വയർ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇത് അറിയാത്ത ഒരു കുട്ടി പോലും നമ്മുടെ ക്ലാസ്സിൽ പാടില്ല. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അതുങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു കുഞ്ഞിയ ഭാഗം നോക്കി, ഏറ്റവും ചെറിയ മൊനയുള്ള ഭാഗം അവിടെ വരുന്നതാണ് നമ്മുടെ 30 ഡിഗ്രി എന്ന് പറയുന്നത് കേട്ടോ. 30 ഡിഗ്രിയാണ് അവിടെ വരുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഭാഗം കുറച്ചും കൂടി വലുപ്പമുണ്ട്, അതാണ് നമ്മുടെ 60 ഡിഗ്രി. പിന്നെ ഈ മേലത്തെ ഭാഗം അതിങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, കുത്തനെ പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുന്നത്, അതാണ് നമ്മുടെ 90 ഡിഗ്രി വരുന്നത്. അപ്പോൾ ഈ ഒരു വലിയ സെറ്റ് സ്ക്വയർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 30, 60, 90 ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇനി ഈ ഒരു ചെറിയ സെറ്റ് സ്ക്വയർ, നമ്മളങ്ങനെ 2 സെറ്റ് സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ ചെറിയ സെറ്റ് സ്ക്വയർ എന്ന് പറയാം. അപ്പോൾ ഇത് 45, ഇത് 45, ഇത് 90 കേട്ടോ. നോക്കുക, രണ്ടും ഒരേപോലെ ഇരിക്കുന്ന കാരണം 45, 45, ഇത് 90. ഇത്രയും കാര്യങ്ങൾ ജനറലായിട്ട് മനസ്സിലാക്കി വയ്ക്കാം. അടുത്തത് നമ്മൾ പേജ് നമ്പർ 8 പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് പേജ് നമ്പറും ഇതും ടെക്സ്റ്റ് ബുക്കും ഒരുമിച്ച് കാണിക്കാൻ പറ്റില്ല, കാരണം വരച്ച് കാണിക്കുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഈ പേജ് നമ്പർ 8 പറയുന്നതാണ് ഡ്രോ എ റെക്റ്റാങ്കിൾ യൂസിങ് എ സ്കെയിൽ ആൻഡ് സെറ്റ് സ്ക്വയർ. സ്കെയിലും സെറ്റ് സ്ക്വയറും ഉപയോഗിച്ചിട്ട് നമ്മളോട് ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ലെങ്ത്ത് എത്രയാണ് തന്നിട്ടുള്ളത്? ലെങ്ത്ത് 5 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രെഡ്ത്ത് 3 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു റെക്റ്റാങ്കിൾ നമ്മളോട് സ്കെയിലും അതുപോലെ സെറ്റ് സ്ക്വയർ, നമുക്ക് സ്കെയിൽ മാത്രം ഉപയോഗിച്ചിട്ട് വരച്ചിട്ട് ശീലമുണ്ട്, പക്ഷെ സ്കെയിൽ മാത്രമല്ല, സ്കെയിലും സെറ്റ് സ്ക്വയറും ഉപയോഗിച്ച് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം ഒരു സ്കെയിൽ എടുത്തു, എന്നിട്ട് ലെങ്ത്ത് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 5 സെൻറ്റിമീറ്റർ ആണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. സോ ലെങ്ത്ത് ഞാൻ 0യുടെ അവിടെ നിന്ന് കുത്തി 5ൻ്റെ അവിടെ നിർത്തി, ലെങ്ത്ത് 5 സെൻറ്റിമീറ്റർ വരച്ചു. അടുത്തത് ഞാൻ സെറ്റ് സ്ക്വയർ, ഞാൻ തൽക്കാലം ഈ വലിയ സെറ്റ് സ്ക്വയർ ആണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ കറക്റ്റ് 90, ശ്രദ്ധിക്കുക, ഇങ്ങനെയും ഇങ്ങനെയൊന്നും കൊണ്ടുവയ്ക്കരുത്, കറക്റ്റ് 90 ഡിഗ്രി ആക്കിയിട്ട് വെച്ചു. നോക്കുക കേട്ടോ, വലിയ ഭാഗം കറക്റ്റ് 90 ഡിഗ്രി ആക്കി വെച്ചു. ഇനി ഇതിൽ നമ്മൾ നോക്കുക, ഇതിൽ എത്രയാണ് ബ്രെഡ്ത്ത് പറഞ്ഞിട്ടുള്ളത്? 3 സെൻറ്റിമീറ്റർ ആണ് പറഞ്ഞിട്ടുള്ളത്. ബ്രെഡ്ത്ത് പറഞ്ഞിട്ടുള്ളത് 3 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അടുത്തത് നമുക്ക് പാരലൽ ലൈൻ വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു സെറ്റ് സ്ക്വയർ എടുക്കുക, എന്നിട്ട് സ്കെയിൽ ഇങ്ങനെ വെക്കുക, എന്നിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരയ്ക്കാം കേട്ടോ. എന്നിട്ട് ഇവിടെ നമ്മുടെ ലെങ്ത്ത് എത്രയാണ്? 5 സെൻറ്റിമീറ്റർ ആണ് പറഞ്ഞിട്ടുള്ളത്. സോ 5 ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഇത് രണ്ടും ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്തൊരു കാര്യം വരച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ അത് എത്രയാണ്, ലെങ്ത്ത് എത്രയാണ്? 5 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ, ഇങ്ങനെ നമ്മളൊന്ന് മാർക്കും കൂടി ചെയ്ത് വെച്ചാലാണ് ആൻസർ കംപ്ലീറ്റ് ആവുള്ളൂ കേട്ടോ. അടുത്തത് നമ്മൾ ഒന്ന് ചെരിച്ച് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാനിവിടെ ഒരു 5 സെൻറ്റിമീറ്ററിൻ്റെ ലെങ്ത്ത് വരച്ചിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിക്കുക, ഞാൻ 60 ആംഗിൾ വരുന്ന, ഞാൻ കുറച്ച് ചെരിയെന്ന് പറയുമ്പോൾ ഞാൻ 60 ആംഗിളാണ് എടുക്കുന്നത്. അപ്പോൾ 60 ആംഗിൾ വരുന്ന പ്രൊട്രാക്റ്റ് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇത് വെച്ച് കൊടുത്തു. നമ്മൾ ആ ബ്രെഡ്ത്ത് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 3 സെൻറ്റിമീറ്റർ ആണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ബ്രെഡ്ത്ത് പറഞ്ഞിട്ടുള്ളത് 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മളൊരു ലൈൻ വരച്ചു കൊടുക്കുക, ഇങ്ങോട്ടേക്ക് നീട്ടി വരയ്ക്കാം, ആംഗിൾ കിട്ടാനാണ് കേട്ടോ. എന്നിട്ട് അതിൽ നമ്മൾ എന്ത് ചെയ്യുക? 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യാം. 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? ഇവിടെ ഈ 3 സെൻറ്റിമീറ്ററിൻ്റെ ബാക്കിയുള്ള ഭാഗം മായ്ച്ച് കളയാം കേട്ടോ. ബാക്കി ഭാഗം മായ്ച്ച് കളയാം.
എന്നിട്ട് നോക്കുക, ഈ വരച്ചിട്ടുള്ള ലൈനിൽ നമ്മൾ സ്കെയിൽ വെക്കുക. എങ്ങനെയാണ് പാരലൽ ലൈൻസ് കൊടുക്കാന്നാണ് കാണിക്കുന്നത്. ഈ ഒരു ബേസ് ലൈനിൽ നമ്മൾ സെറ്റ് സ്കോറും വെക്കുക. ബേസ് ലൈനിൽ സെറ്റ് സ്കോർ വെക്കുക, മറ്റോടത്ത് ഇത് വെക്കുക. എന്നിട്ട് നമ്മൾ ഈ 3 സെൻറ്റിമീറ്റർ ആവുന്ന പോയിന്റിൽ നിർത്തുക. നമ്മുടെ ബ്രെഡ്ത്ത് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? അപ്പോൾ നമ്മുടെ ബ്രെഡ്ത്ത് ആയിട്ടുള്ള 5 സെൻറ്റിമീറ്റർ മേലെ വരച്ചു കൊടുത്തു. ഈ 2 ലൈനും കൂടി ജോയിൻ ചെയ്തു. അങ്ങനെ പാരലൽ ലൈൻസ് വെച്ചിട്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് മാർക്ക് ചെയ്തു 5 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ. ഇതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ പഠിക്കാനുള്ള ജനറലായിട്ട് ഫസ്റ്റ് ഭാഗത്ത് പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ്. മെയിനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ പേജ് 13 അകത്ത് കുറച്ച് ഫിഗർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് എങ്ങനെ വരയ്ക്കാമെന്ന് കാണിക്കുന്നത്. ഇത് റഫ് സ്കെച്ച് ആണ് കേട്ടോ. അതിൻ്റെ ഇങ്ങനെ ഒരു ലൈൻ 5 സെൻറ്റിമീറ്റർ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 45 ഡിഗ്രി, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 45 ഡിഗ്രി. അപ്പോൾ അത് 3 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 3 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പിക്ചർ എങ്ങനെ വരയ്ക്കാനാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് വരയ്ക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു 5 സെൻറ്റിമീറ്ററിൻ്റെ ലൈൻ വരയ്ക്കുന്നു. ആദ്യം നമ്മളൊരു 5 സെൻറ്റിമീറ്ററിൻ്റെ ലൈൻ വരച്ചു. രണ്ടാമത് നമ്മൾ 45 ഡിഗ്രിന്ന്, അപ്പോൾ നമ്മുടെ കയ്യിൽ 45 ഡിഗ്രി വരുന്ന സെറ്റ് സ്ക്വയർ ഉണ്ട്. അപ്പോൾ 45 ഡിഗ്രി ഇവിടെയും ഇവിടെയാണ് 45 ഡിഗ്രി വരിക. അപ്പോൾ അവിടെ വെക്കുകയാണ്. ആ കറക്റ്റ് പോയിന്റിൽ തന്നെ വെക്കാനാണ് ടാറ്റ ഭാഗം കറക്റ്റ്, എന്നാലാണ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ 45 ഡിഗ്രി ഇങ്ങോട്ട് വരയ്ക്കുമ്പോൾ ഇവിടുത്തെ ലെങ്ത് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 3 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ മാർക്ക് ചെയ്ത് പോവാം 3 സെൻറ്റിമീറ്റർ. അല്ലെങ്കിൽ ഇങ്ങോട്ട് വരയ്ക്കുക, എന്നിട്ട് നിങ്ങൾ മാർക്ക് ചെയ്താൽ മതി. ഇനി ഇപ്പുറത്തും എത്ര തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്? 45 ഡിഗ്രി ആണല്ലേ. അപ്പോൾ അതിൽ 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യണം. നമുക്ക് ഞാൻ ജസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചെന്നുള്ളൂ, 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ആ 3 സെൻറ്റിമീറ്റർ ഞാൻ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചിട്ടുണ്ടായിരുന്നു. ആ 3 സെൻറ്റിമീറ്റർ വെച്ചിട്ട് ഞാനൊന്ന് മാർക്ക് ചെയ്യാണ് കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ള 2 ഭാഗം ജോയിൻ ചെയ്ത് കൊടുത്തപ്പോൾ ആ ഒരു ഫിഗറായി. കണ്ടോ? ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് വരയ്ക്കാം. അപ്പോൾ നമുക്കറിയാം ഇവിടെ 5 സെൻറ്റിമീറ്റർ ആണ്, ഇവിടെ 3 സെൻറ്റിമീറ്റർ ആണ്, ഇവിടെയും 3 സെൻറ്റിമീറ്റർ. ഇവിടെ വരുന്ന ആംഗിൾ 45 ഡിഗ്രി, ഇവിടെ വരുന്ന ആംഗിൾ 45 ഡിഗ്രി. ഇതൊക്കെ ജനറലായിട്ട് നിങ്ങൾക്ക് എങ്ങനെ വരയ്ക്കാമെന്ന് ഞാൻ കാണിച്ചു തരുന്നതാണ് കേട്ടോ, പല ഷേപ്പ്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, ഓൾ ദ ലൈൻസ് ഇൻ ദ പിക്ചേഴ്സ് ബിലോ ആർ ഓഫ് 3 സെൻറ്റിമീറ്റർ ലെങ്ത്ത്. അപ്പോൾ കുറച്ച് പിക്ചേഴ്സ്, ഞാൻ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് പേജ് നമ്പർ 14 അപ്പോൾ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഓൾ ദ ലൈൻസ് ഇൻ ദ പിക്ചേഴ്സ് ആർ ബിലോ ആർ 3 സെൻറ്റിമീറ്റേഴ്സ് ലെങ്ത്, ഡ്രോ ആൻഡ് കളർ ദം. അത് വരച്ചിട്ട് കളർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് തുറന്ന് വെക്കുക. നിങ്ങൾക്ക് ഹോംവർക്കൊക്കെ ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് തുറന്ന് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് പിക്ചർ കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പം ഞാൻ ആദ്യം വരച്ചു തരാം. ഫസ്റ്റ് പിക്ചർ വളരെ സിമ്പിളാണ്. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് റെക്റ്റാങ്കിൾ വരയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ 3 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് 90 ഡിഗ്രി വെക്കുക. മേലേക്ക് വളയാണ്ടിരിക്കാനാണ് നമ്മൾ എപ്പോഴും സെറ്റ് സ്ക്വയർ ഉപയോഗിക്കുന്നത്. 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. പാരലൽ ലൈൻ എടുക്കുക. മേലേക്ക് 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. അഗെയിൻ ഓക്കെ. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തു 3 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ. സിമ്പിളായിട്ട് നമുക്ക് ഫസ്റ്റ് പിക്ചർ വരയ്ക്കാൻ പറ്റും. രണ്ടാമത്തെ പിക്ചർ ഞാൻ കാണിച്ചു തരാം.
അപ്പോൾ അതിന് രണ്ടാമത്തെ പിക്ചർ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 30 ഡിഗ്രിയുള്ള സെറ്റ് സ്ക്വയർ ആദ്യം എടുത്ത് കയ്യിൽ വെക്കുക കേട്ടോ. നിങ്ങൾക്ക് പിക്ചർ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്തുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 സെൻറ്റിമീറ്റർ ആണല്ലോ എല്ലാത്തിൻ്റെ ലെങ്ത്ത് 3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 3 സെൻറ്റിമീറ്റർ നമ്മളിവിടെ എടുത്ത് വരച്ചു. ഇനി ഞാൻ ഈ 30 ഡിഗ്രി മേലേക്ക് 30 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വെക്കുകയാണ് നമ്മൾ 30യുടെ. എന്നിട്ട് നമ്മൾ ഈ മേലേക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കുക കേട്ടോ. കാരണം ഇവിടെ മെഷർമെൻ്റ് അളക്കുക ചില സെറ്റ് സ്ക്വയറിന് ഇങ്ങനെ എൻഡിങ് കറക്റ്റായിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ നീട്ടി വരയ്ക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സ്കെയിൽ ഉപയോഗിച്ചിട്ട് അതിൽ 3 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തുക. ഇവിടെ മെഷർമെൻറ്റ് അങ്ങനെ കാണിക്കാത്തതുകൊണ്ടാണ് നമ്മൾ 3 കണ്ട ഇവിടെയാണ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ള പോർഷൻ എന്ത് ചെയ്യുക, മായ്ച്ചു കൊടുക്കുക കേട്ടോ. ബാക്കിയുള്ള പോർഷൻസ് നമ്മൾ മായ്ച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് വെക്കണം. അപ്പോൾ നമ്മൾ സ്കെയിൽ ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു ലൈനിന് നോക്കുക, ശ്രദ്ധിക്കുക, സ്കെയിൽ ഇങ്ങനെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലൈനിന് പാരലായിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇവിടെ എത്തി. ഇവിടെ നിന്ന് നമ്മൾ എത്ര സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക, 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ ഈ ഒരു ലൈനും ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് കിട്ടിയ ഒരു ഫിഗർ. അപ്പോൾ മാർക്ക് ചെയ്യുമ്പോൾ എന്ത് വരും, ഇവിടെ നമ്മൾ 30 ഡിഗ്രി വരും. ഇവിടെ 3 സെൻറ്റിമീറ്റർ, ഇവിടെ 3 സെൻറ്റിമീറ്റർ, ഇവിടെ 3 സെൻറ്റിമീറ്റർ, ഇവിടെ 3 സെൻറ്റിമീറ്റർ. ഇത്രയും കാര്യങ്ങൾ അവിടെ വരും കേട്ടോ. അടുത്ത ഫിഗർ വരയ്ക്കാൻ നമ്മൾ 45 ഡിഗ്രി ഉള്ള ഒരു സെറ്റ് സ്ക്വയർ ആണ് എടുക്കേണ്ടത്. പേജ് നമ്പർ 14 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ലൈൻ വരച്ചു 3 സെൻറ്റിമീറ്ററിൽ. നമ്മൾ 45ൻ്റെ സെറ്റ് സ്ക്വയർ എന്ന് പറയുന്നത് ചെറിയ സെറ്റ് സ്ക്വയറാണ്. അപ്പോൾ അത് ഇങ്ങനെ വെക്കണേന്ന് നിങ്ങൾ ചിത്രം കാണിച്ചു തരുന്നുണ്ട്. അത് കറക്റ്റായിട്ട് നോക്കുക കേട്ടോ. എൻ്റെ സെറ്റ് സ്ക്വയറിന് കറക്റ്റ് എൻഡിങ് ഇല്ല ഇവിടെ. അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ആവശ്യമുണ്ട്. ഞാനിങ്ങനെ നീട്ടി ആദ്യം വരച്ചു. കാരണം എന്നിട്ട് അതിൽ ഞാൻ സ്കെയിൽ ഉപയോഗിച്ചിട്ട് 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യാണ്. 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു. ബാക്കിയുള്ള പോർഷൻ എന്ത് ചെയ്യാണ് നമ്മൾ, ബാക്കിയുള്ള പോർഷൻ നമ്മൾ മായ്ച്ച് കളയാണ് കേട്ടോ. അപ്പോൾ നോക്കുക, ഒരു 3 സെൻറ്റിമീറ്ററിൻ്റെ അവിടെ വെച്ചു. നമ്മൾ ഈ പാരലൽ ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കണം കേട്ടോ. നമ്മളിപ്പോൾ ഞാനൊരു കാര്യം പറയും, ഇവിടെ നമ്മൾ 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് ഇവിടെ 45 ഡിഗ്രിയിൽ ആംഗിൾ ഇങ്ങനെ നീട്ടി വരച്ചു കൊടുക്കുക. അതിൽ 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ ലൈൻ ഒരിക്കലും നമ്മൾ സ്കെയിൽ വെച്ചിട്ട് 3 സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് വരച്ചു കൊടുക്കരുത്. കാരണം വളവും ചെരിവൊക്കെ ഉണ്ടാവും. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്കെയിൽ എടുക്കുക. ഇതാണ് നമ്മുടെ ബേസ് ലൈൻ. ഈ ബേസ് ലൈനിൽ ഇങ്ങനെ വെക്കുക. ഈ എൻഡിങ് പോർഷനിൽ ഈ അടിയിലത്തെ ലൈനിൽ നമ്മുടെ സെറ്റ് സ്ക്വയറും വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ മേലേക്ക് ഇങ്ങനെ നീട്ടി കൊടുത്തിട്ട് ഒരു ലൈൻ നീട്ടി വരയ്ക്കുക. അതിൽ നമ്മൾ 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്താൽ മതി. അത് ശ്രദ്ധിക്കുക. പല കുട്ടികളും ഇവിടുന്ന് ഇങ്ങനെ വരച്ചിട്ട് പിന്നെ ഇങ്ങനെ വരച്ചതിന് ശേഷം ഇവിടുന്ന് സ്കെയിൽ എടുത്ത് വെറുതെ വരയ്ക്കും. അപ്പോൾ വളവും ചെരിവൊക്കെ ഉണ്ടാവും. ഈ ഒരു കറക്റ്റ് ഷേപ്പ് കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മളിവിടെ എന്താ മാർക്ക് ചെയ്യാൻ പോണത്, 45 ഡിഗ്രി മാർക്ക് ചെയ്തു. ബാക്കിയുള്ളത് 3 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ. ഇത്രയും കാര്യങ്ങൾ മാർക്ക് ചെയ്തു കേട്ടോ. നമ്മളെ 3rd ഫിഗറാണ്. ഇനി അടുത്തൊരു ഫിഗർ 60 ഡിഗ്രിയുടെയാണ് കേട്ടോ. അപ്പോൾ 60 ഡിഗ്രി വരയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, 60 ഡിഗ്രി ഉള്ള സെറ്റ് സ്ക്വയർ ഏത് ഭാഗത്താണ്, ഈ ഭാഗത്താണ് 60 ഡിഗ്രി വരുന്നത്. ആദ്യം നമ്മൾ 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു. നമ്മൾ ഇവിടെ സെറ്റ് സ്ക്വയർ ഇവിടെ വെച്ച് കൊടുത്തു. 60 ഡിഗ്രി നീട്ടി ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. അവിടെ എനിക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ സെറ്റ് സ്ക്വയറിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ എന്നിട്ട് നമ്മളവിടെ 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക കേട്ടോ. 3 സെൻറ്റിമീറ്ററിൽ മാർക്ക് ചെയ്തു.
ബാക്കിയുള്ള പോർഷൻസ് നമ്മൾ എന്ത് ചെയ്യുക, മായ്ച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ പാരലൽ ലൈൻസ് വരച്ചു കൊടുക്കുക ചെയ്യുന്നത്. ബേസ് ലൈനിൽ ഇവിടെ സ്കെയിൽ വയ്ക്കുക, അടിയിൽ ഈ ഒരു ഭാഗത്ത് സെറ്റ് സ്ക്വയർ വയ്ക്കുക. ഇത് വയ്ക്കാൻ അറിയാത്തവർ ഇത് നോക്കിയിട്ട് പഠിക്കുക കേട്ടോ. ഇങ്ങനെ മേലേക്ക് ഇങ്ങനെ നീട്ടിക്കൊടുക്കുക. നമ്മൾ എത്ര സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യണം? 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. ഈ 2 ലൈനും പിന്നെ നമുക്ക് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, നമുക്ക് 60 ഡിഗ്രി 3 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ. ഓക്കെ, അടുത്തത് നമുക്കൊരു ട്രയാങ്കിൾ ആണ് വരയ്ക്കാനുള്ളത്. ഈസി ആണ് കേട്ടോ. അതിനും വേണ്ടത് നമ്മൾക്ക് 60 ഡിഗ്രിയുടെ ഒരു സെറ്റ് സ്ക്വയർ തന്നെയാണ് വേണ്ടത്. ആദ്യം നമ്മളൊരു 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു. 60 ഡിഗ്രിയുടെ സെറ്റ് സ്ക്വയർ എടുത്തു, മേലേക്കൊരു നീട്ടി വരച്ചു കൊടുത്തു. കറക്റ്റ് പോയിന്റിൽ വയ്ക്കണം കേട്ടോ. മേലേക്ക് നീട്ടി വരച്ചു കൊടുത്തു. ഇപ്പുറത്ത് 60 ഡിഗ്രി വെച്ചു. 60 ഡിഗ്രി ആണോ, തെറ്റിയിട്ട് 30 ഡിഗ്രി ഒന്നും വെക്കരുത് കേട്ടോ ആരും. നീട്ടി വരച്ചു കൊടുത്തു. നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കണ്ട ബാക്കിയുള്ള പോർഷനൊന്ന് മായ്ച്ചു കൊടുക്കാം കേട്ടോ. എനിക്ക് ചെറിയൊരു ഡൈമെൻഷനിൽ വന്നു. അപ്പം നമുക്ക് ഇതെത്ര വന്നു? ഇത് 60, ഇത് 60. അപ്പോൾ ഇതെന്തായിരിക്കും? 60 തന്നെ ആയിരിക്കും കേട്ടോ. അത് 3 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ. ഇത്രയാണ്. സിമ്പിളായിട്ട് നമുക്ക് സെറ്റ് സ്ക്വയറും സ്കെയിലും ഉപയോഗിച്ചിട്ട് നമുക്ക് ഇങ്ങനത്തെ അവർ തരുന്ന ചിത്രങ്ങളൊക്കെ വരയ്ക്കാൻ. എന്തായാലും ഇങ്ങനൊരു ചിത്രം വരയ്ക്കാൻ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ വരച്ച് പഠിക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ സെറ്റ് സ്ക്വയറിൻ്റെ അളവുകൾ ആദ്യം പഠിച്ചു വെക്കുക കേട്ടോ. ഈ 2 സെറ്റ് സ്ക്വയറിൻ്റെയും ഓരോ ഭാഗത്ത് വരുന്ന അളവുകൾ പഠിച്ചു വെച്ചാൽ പിന്നെ പാരലൽ ലൈൻ വരച്ചിട്ട് വരയ്ക്കാനും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്തത് പേജ് നമ്പർ 14ലുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൻ്റെ പിക്ചർ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് തുറന്നു വയ്ക്കുക കേട്ടോ. ഡോ ദ പിക്ചർ ഫസ്റ്റ് പിക്ചർ വിത്ത് ലെങ്ത് ആസ് ഷോൺ ആൻഡ് ദെൻ കളർ ഇറ്റ് ആസ് ഓൺ ദ സെക്കൻഡ് പിക്ചർ. അപ്പോൾ നമ്മളോട് ഒരു ഫസ്റ്റ് പിക്ചർ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ ലെങ്ത്തും ബ്രെഡ്ത്തും ആണ് തന്നിട്ടുള്ളത്, വേറെ ഒന്നും തന്നിട്ടില്ല. അപ്പോൾ നമുക്കത് വെച്ചിട്ട് ആ ഒരു പിക്ചർ വരയ്ക്കാം. ആദ്യം നമ്മൾ 5 സെൻറ്റിമീറ്ററിൽ എന്ത് ചെയ്യാണ്, ഒരു ലെങ്ത്ത് വരച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മളൊരു 90 ഡിഗ്രി വെച്ചിട്ട് സെറ്റ് സ്ക്വയറിൽ ബ്രെഡ്ത്ത് എത്രയാണ് വരുന്നത്? 3 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് തന്നെ ബ്രെഡ്ത്ത് വരച്ചു കൊടുക്കുക. കാരണം വളയാനും ചെയ്യാണ്ടിരിക്കാനാണ് നമ്മളത് അങ്ങനെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ 3 സെൻറ്റിമീറ്ററിൽ എന്ത് ചെയ്തു, ഒരു ബ്രെഡ്ത്ത് വരച്ചു കൊടുത്തു. എന്നിട്ട് അതിൻ്റെ പാരലൽ ലൈൻസ് വരച്ചു ഇങ്ങനെ വരച്ചു കൊടുക്കാം. നമുക്ക് മേലത്തെ ഭാഗം കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പാരലലാക്കിയിട്ട് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു 5 സെൻറ്റിമീറ്റർ പിന്നെ നമ്മളിങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതിന് നമ്മൾ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് കുറച്ച് ചെരിഞ്ഞിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത് അല്ലേ. നമുക്ക് ആ ഒരു പിക്ചറിൽ കാണുന്ന രീതിയിൽ ചെരിഞ്ഞിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു 30 ഡിഗ്രിയുടെ ചെരിവ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 30 ഡിഗ്രിയുടെ വേണ്ട, നമുക്കൊരു 45 ഡിഗ്രിയുടെ എടുക്കാം. 45 ഡിഗ്രിയുടെ സെറ്റ് സ്ക്വയർ വെച്ചു, നീട്ടി വരച്ചു കൊടുത്തു. നമുക്കറിയാം ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? 3 സെൻറ്റിമീറ്റർ ആണെന്ന് അറിയാം അല്ലേ. അപ്പോൾ 3 സെൻറ്റിമീറ്റർ അവിടെ ബ്രെഡ്ത്തിൻ്റെ അവിടെ മാർക്ക് ചെയ്യാണ്. ഇത് നമ്മൾ ഇവിടെ ബേസ് ലൈൻ ആയിട്ട് വെച്ചിട്ട് സെറ്റ് സ്ക്വയർ ഇവിടെ വെച്ചിട്ട് നമ്മളെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 5 സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് മാർക്ക് ചെയ്തു. ഈ 2 ലൈൻസ് ജോയിൻ ചെയ്തു.
ഇനി ഈ ഒരു ലൈനിന് പാരലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് വരയ്ക്കണമെങ്കിൽ അങ്ങനെ വരച്ചു കൊടുക്കാം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ടേക്കും 30 ഡിഗ്രി എടുത്ത് കൊടുക്കാം. 45 ഡിഗ്രി എടുത്തിട്ട് 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. 45 ഡിഗ്രി എടുത്തിട്ട് 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഇത്ര ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫിഗറായി. അപ്പം നമ്മളോട് മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് 5 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ. നമുക്ക് ഈ ഒരു പിക്ചറൊക്കെ വരച്ചപ്പോൾ നമ്മളോട് കളർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്തിട്ട് നമുക്ക് കളർ ചെയ്യാം കേട്ടോ. ഇത് നമ്മൾ റെക്റ്റാങ്കിൾ ആണ് വരച്ചത്. തൊട്ടപ്പുറത്ത് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, സ്ക്വയർ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. സ്ക്വയറിന് പ്രത്യേകിച്ച് ഡയമെൻഷൻ ഒന്നും അവർ തന്നിട്ടില്ല. അപ്പോൾ സ്ക്വയറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ക്യൂബാണ് കേട്ടോ, ക്യൂബാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ലെങ്ത്തും ബ്രെഡ്ത്തും എല്ലാം എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പം ഞാനൊരു 3 സെൻറ്റിമീറ്റർ വരച്ചിട്ടുണ്ട്. ഞാൻ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് ഒരു 3 സെൻറ്റിമീറ്റർ അഗെയിൻ മേലെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതിന് പാരലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ത്രീ സെൻറ്റിമീറ്റർ ഇനി ഞാനൊരു 30 ഡിഗ്രി ചെരിവാണ് കേട്ടോ കൊടുക്കുന്നത്. 30 ഡിഗ്രി ചെരിവ് കൊടുത്തിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രീ സെൻറ്റിമീറ്റർ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ആ ഒരു ലൈൻ ബേസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, 3 സെൻറ്റിമീറ്റർ റൈറ്റിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ നിന്ന് 3 സെൻറ്റിമീറ്റർ എടുത്ത് ഇങ്ങോട്ട് വരയ്ക്കുക. ഈ ഒരു ലൈന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് നമുക്ക് വരയ്ക്കാം. നമുക്ക് കളറും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്ര നേരം നമ്മൾ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് റെക്റ്റാങ്കിളും സ്ക്വയറും ക്യൂബും ഒക്കെ വരയ്ക്കാനാണ് പഠിച്ചത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സർക്കിൾ വരയ്ക്കാനാണ്. അപ്പോൾ സർക്കിൾ വരയ്ക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾ എന്താണ്? നമുക്കറിയാം, സർക്കിൾ വരയ്ക്കാൻ വേണ്ടി നമ്മൾ കോമ്പസ് ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ കോമ്പസ് ഉപയോഗിച്ചിട്ട് നമ്മൾ സർക്കിൾ വരയ്ക്കാൻ ഒരു ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 4 സെൻറ്റിമീറ്റർ. റേഡിയസ് 4 സെൻറ്റിമീറ്റർ ഉള്ള ഒരു സർക്കിൾ വരയ്ക്കുക. അപ്പോൾ ഞാനൊരു സ്കെയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വരയ്ക്കുന്നതിൽ കൂടെ തന്നെ നമ്മൾ സർക്കിളിൻ്റെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് തരാം. എന്നിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, 0-ൽ കുത്തുക. എന്നിട്ട് മറ്റേ പെൻസിലിൻ്റെ ഭാഗം നമ്മൾ എവിടെ കുത്തുക, 4-ൽ കുത്തുക. മനസ്സിലായില്ലേ? നമ്മൾ 0-ൽ കുത്തുക, പെൻസിലിൻ്റെ ഭാഗം 4-ൽ കുത്തുക. എന്നിട്ട് നമ്മളിങ്ങനെ സെൻറ്ററാക്കി പിടിച്ചിട്ട് നല്ല വൃത്തിയിൽ, എപ്പോഴും ഡ്രോയിങ്സ് ചെയ്യുമ്പോൾ നീറ്റിൽ ചെയ്യാൻ നോക്കുക കേട്ടോ. നമ്മൾ എന്ത് ചെയ്തു,
ഈ നീറ്റ്നെസ്സിനൊക്കെ പലരും മാർക്ക് ഇടും, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ സർക്കിൾ വരച്ചു. സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ ഈ കുത്തിയ ഭാഗം മാർക്ക് ചെയ്ത് വെക്കുക. ചെറിയൊരു ഡോട്ടിൽ, ഒരുപാട് വൃത്തികേടാക്കരുത്, ചെറിയൊരു ഡോട്ട് ഇട്ടിട്ട് മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പം നമ്മൾ ഇവിടുന്ന് ജനറൽ ആയിട്ടുള്ള കാര്യം പഠിപ്പിക്കാം. ഈ ഒരു കാര്യം, അതായത് ഈ സെൻറ്ററിൽ നിന്ന് ഈ ഒരു അറ്റത്തേക്കുള്ള ഭാഗത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റേഡിയസ് എന്ന് പറയുന്നത്. സെൻറ്ററിൽ നിന്ന് ഈ ഒരു ഭാഗത്തിന് നമ്മൾ എന്താണ് പറയുന്നത്, സെൻറ്റർ എന്നാണ് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫുൾ ഭാഗത്തിന് നമ്മൾ എന്താ പറയുക, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ഇങ്ങനെയൊന്നും വരച്ച് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ഫുൾ ഭാഗത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡയാമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഡയാമീറ്ററിൻ്റെ പകുതിയാണ് നമ്മുടെ റേഡിയസ് എന്ന് പറയുന്നത്. ഈ സെൻറ്ററിൽ നിന്ന് എങ്ങോട്ടൊരു ലൈൻ വരച്ചാലും അതൊക്കെ എന്താണ്, റേഡിയസ് ആണ് കേട്ടോ. അത്രയും കാര്യങ്ങൾ നമ്മൾ സർക്കിളിനെ പറ്റി പഠിച്ച് വയ്ക്കുക. അതുപോലെ സർക്കിൾ വരയ്ക്കാൻ പഠിക്കുക. അതുപോലെ ഏതെങ്കിലും ഒരു ഡയമെൻഷൻ എടുത്തിട്ട് സർക്കിൾ വരയ്ക്കാൻ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ വെറുതെ വരച്ച് വെച്ചാൽ പോരാ, സെൻറ്റർ മാർക്ക് ചെയ്യണം, റേഡിയസ് മാർക്ക് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ കേസിൽ റേഡിയസ് എത്രയാണ്, 4 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. ഇതുപോലെ വൃത്തിയില്ലാണ്ടെന്നല്ല, നല്ല നീറ്റായിട്ട് വേണം നിങ്ങൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തത് നമ്മുടെ പേജ് നമ്പർ 20ൽ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പേജ് നമ്പർ 20 തുറന്ന് വയ്ക്കുക. നമ്മളെല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് റീചെക്ക് ചെയ്താൽ മതി. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ളത് ട്രൈ ഡ്രോയിങ് ദ പിക്ചേഴ്സ് ബിലോ. അടിയിൽ കുറച്ച് ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പേജ് 20 തുറന്ന് നോക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ അതെന്ത് ചെയ്യുക, ആ പിക്ചേഴ്സ് വരച്ചിട്ട് അതിൽ പറഞ്ഞ രീതിയിൽ കളർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ച് ഡയമെൻഷൻസ് ഒന്നും തന്നിട്ടില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഡയമെൻഷൻ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 സെൻറ്റിമീറ്റർ ആണോ 2 സെൻറ്റിമീറ്റർ ആണെന്നൊന്നും തന്നിട്ടില്ല. അപ്പോൾ ഞാൻ ആദ്യം ഒരു 4 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഒരു സ്ക്വയർ വരയ്ക്കാൻ തീരുമാനിച്ചു. ഡയമെൻഷൻസ് ഒന്നും തന്നിട്ടില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡയമെൻഷൻസ് എടുത്ത് വരയ്ക്കാം. 4 കുറച്ച് വലിപ്പം ഉണ്ടാവട്ടെ എന്ന് വെച്ചിട്ടാണ്. 4 3 ആകുമ്പോൾ ഒരുപാട് ചെറുതായി പോവും. എന്നിട്ട് നമ്മളൊരു സെറ്റ് സ്ക്വയർ ഉപയോഗിക്കുക. വളയാണ്ടിരിക്കാനാണ് നമ്മൾ 90 ഡിഗ്രിയുടെ ഭാഗം വെച്ച് കൊടുക്കണേ. അപ്പോൾ സ്ക്വയർ ആയതുകൊണ്ട് 4 സൈഡും ഈക്വൽ ആയിട്ട് തന്നെ വരയ്ക്കാം കേട്ടോ. ഞാൻ സ്ക്വയർ വരയ്ക്കാൻ വേണ്ടി വീണ്ടും പഠിപ്പിക്കുന്നില്ല, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഇത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വരയ്ക്കാം. എനിക്ക് ഈസി ആയിട്ടുള്ള രീതിയിലാണ് വരയ്ക്കുന്നത്. ഇനി നമ്മൾ ഈ എല്ലാത്തിൻ്റെയും സെൻറ്റർ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. 4 ഈ ഒരു ഭാഗത്ത് 4ൻ്റെ സെൻറ്റർ പോർഷൻ എന്ന് പറയുന്നത് 2 ആണ്. അവിടെ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ ഇവിടെയും അതെ 4ൻ്റെ സെൻറ്റർ പോർഷൻ വരുമ്പോൾ നമുക്ക് എവിടെ വരിക, 2ലാണ് വരിക. അപ്പോൾ അവിടെയും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക, ഡോട്ട് ഇട്ട് കൊടുക്കുക. ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുക, 4ൻ്റെ സെൻറ്റർ പോർഷൻ 2ൻ്റെ അവിടെ മാർക്ക് ചെയ്യുക. അതുപോലെ ഇവിടെയും നമ്മൾ 4ൻ്റെ സെൻറ്റർ പോർഷനായിട്ട് 2ൻ്റെ അവിടെ മാർക്ക് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നിങ്ങൾ ആ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു കർവ്, അതായത് ഈ ലൈൻസ് വെറുതെ ജോയിൻ ചെയ്തേക്കല്ല, ഒരു കർവ് ലൈനാണ് നിങ്ങൾക്ക് ആ ഒരു പിക്ചറിൽ കാണുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അത് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുത്തുന്ന സ്ഥലത്ത് തന്നെ കുത്തുക കേട്ടോ. അത് ഈ ഒരു ഭാഗത്ത് കുത്തിയിട്ട് നമുക്കിവിടെ 2 പോയിൻ്റ് ഉണ്ട്. ഇവിടെയും ഒരു പോയിൻ്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് മറ്റേ പോയിന്റിലേക്ക് സർക്കിൾ പോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുക, ഹാഫ് സർക്കിൾ പോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ ഇനി ഇവിടെ കുത്തുക, ഈ ഒരു കോർണറിൽ കുത്തുക. അപ്പോഴും 2 പോയിൻ്റ് ഉണ്ട്. ആ ഒരു പോയിന്റിൽ നിന്ന് മറ്റേ പോയിന്റിലേക്ക് ഹാഫ് സർക്കിൾ പോലെ വരച്ചു കൊടുക്കാം.
അപ്പോൾ ഇത്ര ആയപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ആ ഒരു ഫിഗർ കിട്ടി. അപ്പോൾ നമ്മളോട് ഓരോ കളറൊക്കെ ചെയ്ത് കൊടുക്കാൻ വേണ്ട. അപ്പോൾ അതിൽ കാണുന്ന കളർ പോലെ കളറൊക്കെ നിങ്ങൾ ചെയ്യുക, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ കളേഴ്സ് ചെയ്യുക. അപ്പോൾ ആ ഒരു പിക്ചറിൽ കാണുന്ന രീതിയിൽ തന്നെ വരച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്ത പിക്ചർ നന്നായിട്ട് നോക്കുക, അതെങ്ങനെയാണ് വരയ്ക്കാമെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ ഞാൻ 5 സെൻറ്റിമീറ്ററിലുള്ള ഒരു സ്ക്വയറാണ് കേട്ടോ വരയ്ക്കുന്നത്. കുറച്ചും കൂടി വലിപ്പം, കാരണം അതിൻ്റെ ഉള്ളിൽ സർക്കിളും ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി വലിപ്പമായിക്കോട്ടെ എന്ന് വെച്ചിട്ട് 5 സെൻറ്റിമീറ്ററിൽ ഒരു സ്ക്വയർ വരച്ചു കൊടുത്തു. സെൻറ്റിമീറ്ററിൽ വരച്ചു കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ സ്ക്വയറിൻ്റെ ഒരു സെൻറ്റർ ഭാഗം കണ്ടുപിടിക്കണം. ഈ സ്ക്വയറിൻ്റെ സെൻറ്റർ ഭാഗം കണ്ടുപിടിച്ചാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, സർക്കിൾ വരയ്ക്കാൻ പറ്റുള്ളൂ. സർക്കിളിന് ഒരു സെൻറ്റർ വേണമല്ലോ. അപ്പോൾ ഞാനിവിടെ എളുപ്പ വഴിക്ക് ചെയ്യുന്നത് വെച്ചാൽ 5ൻ്റെ പകുതി എത്രയാണ്, 2.5 ആണ്. 5ൻ്റെ പകുതി 2.5 ആണ്. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. അതുപോലെ ഓരോ സൈഡിലും 4 സൈഡിലും 5ൻ്റെ പകുതിയായിട്ടുള്ള 2.5 മാർക്ക് ചെയ്ത് കൊടുത്തു. പലരും പല രീതിക്കാണ് വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ 4 ലൈൻസും ലൈറ്റായിട്ട് ജോയിൻ ചെയ്യുക. ശ്രദ്ധിക്കുക, ലൈറ്റായിട്ട് വേണം ജോയിൻ ചെയ്യാൻ വേണ്ടി. നമുക്കത് മായ്ച്ച് കളയുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ മാർക്ക് ചെയ്തു, നമുക്കൊരു സെൻറ്റർ കിട്ടിയില്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, അടുത്ത് സർക്കിൾ വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ സർക്കിൾ വരയ്ക്കാൻ ഈ സെൻറ്ററിൽ കുത്തുക, എന്നിട്ട് ഈ ഒരു 2.5 റേഡിയസ് എടുക്കുക. അതായത് ഈ ഒരു ഭാഗം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സർക്കിൾ വരച്ചു കൊടുക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ നമ്മൾ പ്ലസ് പോലെ വരച്ചില്ലേ, അത് മായ്ച്ചു കൊടുക്കേണ്ടതാണ് കേട്ടോ. അതിന് മുന്നേ നമുക്ക് ഈ ഒരു ലൈൻസ് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇവിടെ ഒരു ഡോട്ട് ഉണ്ട്, അടിയിലൊരു ഡോട്ട് ഉണ്ട്. ആ ഡോട്ടും ഈ ഡോട്ടും ജോയിൻ ചെയ്തു. നല്ല ഡാർക്കായിട്ട് തന്നെ ചെയ്തോട്ടോ. ഈ ഡോട്ടും കാരണം അത് മായ്ക്കാൻ പാടില്ലാത്തതാണ്. ഈ ഡോട്ടും അതുപോലെ തന്നെ ഈ ഡോട്ടും ഇത് നമ്മൾ എന്ത് ചെയ്താൽ മതി, സെൻറ്ററിൽ ഈ പ്ലസ് പോലെ വരച്ചത് ഒന്ന് മായ്ച്ച് കളഞ്ഞാൽ മതി. ഇത് നിങ്ങൾ കളറും കൂടിയും ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു ഫിഗർ കിട്ടുന്നുള്ളൂ. ഒന്നുമില്ല, സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മളൊരു സ്ക്വയർ വരച്ചു. സ്ക്വയറിൻ്റെ പകുതി 4 വശങ്ങളുടെയും പകുതി കണ്ടുപിടിച്ചിട്ട് നമ്മളൊരു പ്ലസ് വരച്ചു. അത് റേഡിയസ് ആക്കിയിട്ട് നമ്മളൊരു സർക്കിൾ വരച്ചു. എന്നിട്ട് ഈ പോയിൻറ്റും ജോയിൻ ചെയ്തു. ഈ പോയിൻറ്റും അങ്ങനെ 4 പോയിൻറ്റ്സ് ജോയിൻ ചെയ്ത് കൊടുത്തു. അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ഡ്രോയിങ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഭാഗത്തിന് ഒരു കളർ കൊടുക്കുക, സർക്കിളിന് വേറൊരു കളർ കൊടുക്കുക, എൻ്റെ പോർഷനിൽ വേറെ കളർ കൊടുക്കുക. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ കളറൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ ഒരു കളർ കൊടുക്കുക. അടുത്തൊരു പിക്ചർ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. അപ്പോൾ അത് നമുക്ക് ഓരോരുത്തരും ഓരോ രീതിക്കാണ് വരയ്ക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് വരച്ച് നോക്കാം. ആദ്യം ഞാനൊരു 2 സെൻറ്റിമീറ്ററിൽ ഒരു ബേസ് ലൈൻ വരച്ചു. നമ്മൾ ഈ ഡയമെൻഷൻസ് ഒന്നും തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഡയമെൻഷൻസ് എടുത്തിട്ട് വരയ്ക്കാം. അപ്പോൾ മുകളിലേക്ക് ഞാനൊരു 4 സെൻറ്റിമീറ്ററാണ് കൊടുക്കുന്നത്. ഞാൻ പാരലൽ ലൈൻ വരച്ചിട്ട് നമ്മൾ സാധാരണ റെക്റ്റാങ്കിൾ വരയ്ക്കില്ലേ, അതേപോലെ നമ്മളിങ്ങനെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് വരച്ചു കൊടുത്തു. അടുത്ത് നമ്മൾ കോമ്പസ് ആണ് ഉപയോഗിക്കുന്നത്. കോമ്പസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഒരു ഡയമെൻഷൻ എടുക്കുകയാണ്. അതായത് നമ്മുടെ 2 സെൻറ്റിമീറ്റർ എടുക്കുകയാണ്.
നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ കുത്തിയിട്ട് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ കുത്തിയിട്ട് ഇങ്ങോട്ടേക്കും ഒരു ലൈൻ വരച്ചു കൊടുക്കുകയാണ്, ഒരു ആർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുപോലെ ഇവിടെ കുത്തിയിട്ട് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കുകയാണ്. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ആർക്ക് മായ്ച്ച് കളയേണ്ടതാണ്. നമ്മൾ ഈ ആർക്കിൻ്റെ 2 ആർക്കും കൂടി കൂട്ടിമുട്ടുന്ന പോയിൻ്റ് ഒരു ബബിൾ ചെയ്ത് വെക്കുക ചെറുതായിട്ട് കേട്ടോ. എന്നിട്ട് ആ ബബിളും ഈ കോർണർ പോയിൻറ്റും ജോയിൻ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഹെക്സഗൺ ഷേപ്പ് വരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ബാക്കിയുള്ള ഭാഗം നമ്മൾ മായ്ച്ച് വയ്ക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറമേ ഉള്ള ഒരു ഹെക്സഗൺ ഭാഗം നമുക്ക് കിട്ടി. ലാസ്റ്റ് നമ്മൾ ഡാർക്കൻ ചെയ്യാം കേട്ടോ. ഇനി നമ്മളൊരു ട്രയാങ്കിൾ, അതായത് ഈ പോയിൻറ്റും കൂടി ജോയിൻ ചെയ്തിട്ട് ഒരു ട്രയാങ്കിൾ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഡാർക്കൻ ചെയ്ത് വരയ്ക്കാം. അടുത്തത് നമ്മൾ ഈ പോയിൻറ്റും കൂടി ജോയിൻ ചെയ്തിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. നമ്മൾക്ക് ഇനി എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഭാഗം ഓരോ കളർ കൊടുക്കാം. അതായത് ഈ ഒരു ഭാഗം നമുക്ക് ഏതെങ്കിലും വേറെ ഒരു കളർ, നമുക്ക് ആ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ ആ ഒരു ഭാഗം അങ്ങനത്തെ കളർ കൊടുക്കാം, ഈ ഔട്ട് സൈഡ് ഭാഗം കേട്ടോ. പിന്നെ ഇവിടെ വേറെ ഏതെങ്കിലും കളർ കൊടുക്കാം. അപ്പോൾ പലരും പല രീതിക്കായിരിക്കും ഇത് വരച്ചെടുക്കുക. പിന്നെ ഈ ഒരു സെൻറ്റർ പോർഷൻ നമുക്ക് വേറെ ഏതെങ്കിലും രീതിയിലുള്ള കളറും കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം. അടുത്ത ഷേപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഒരു സർക്കിളാണ് വരയ്ക്കാനുള്ളത്. ചെറിയൊരു സർക്കിൾ ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട്. അളവൊന്നും പറഞ്ഞിട്ടില്ല, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാർക്ക് ചെയ്യാം കേട്ടോ. അതിന് ശേഷം അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഒരു ഷേപ്പാണ് അല്ലേ വരച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ ഒരു ഷേപ്പ് വരച്ചെടുത്തിട്ട് ഇവിടെ നമ്മൾ ഒന്നുമില്ലെങ്കിൽ ഏതെങ്കിലും അതിൽ കൊടുത്തിട്ടുള്ള കളർ കൊടുക്കുക, ഇവിടെ നമ്മൾ വേറെ കളേഴ്സ് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്കിത് വരച്ചെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മെയിനായിട്ട് സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് നമ്മൾ പലതരം റെക്റ്റാങ്കിൾസിൽ അത് വരയ്ക്കാൻ പഠിക്കുക. സ്ക്വയർ നമ്മൾ ആംഗിൾ വെച്ച് കൊടുക്കുന്ന കാര്യങ്ങൾ പാരലായിട്ട് സെറ്റ് സ്ക്വയർ പിടിക്കാനും സെറ്റ് സ്ക്വയറിലെ ഡയമെൻഷൻസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കുക. അങ്ങനെ വരയ്ക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് ചോദിക്കുകയുള്ളൂ. പിന്നെ സർക്കിളും പിന്നെ ഇതുപോലെ പല ഷേപ്സ്, ഇപ്പോൾ നമുക്ക് ആ ഷേപ്പ് കാണുമ്പോൾ നമ്മുടെ ഒരു ഐഡിയ വെച്ചിട്ട് വേണം നമ്മൾ വരയ്ക്കാൻ വേണ്ടിയിട്ട്. അതിനെങ്ങനെ നന്നായിട്ട് ആ പിക്ചർ ഒന്ന് അനലൈസ് ചെയ്യുക. അങ്ങനെയൊക്കെ ആണെങ്കിൽ ചിലതൊന്നും ഡയമെൻഷൻസേ തരുന്നില്ല. അപ്പോൾ നമ്മൾ സ്വയം ഡയമെൻഷൻ എടുത്തിട്ട് ചിത്രം കാണുമ്പോൾ നമുക്കറിയാം എവിടെ. ഇപ്പോൾ ഇതൊക്കെ വരയ്ക്കുമ്പോൾ നമുക്കറിയാം ഇതൊക്കെ ഒരേ ലെങ്ത് ആണ്, അപ്പോൾ അത് അങ്ങനെ കിട്ടണം. പക്ഷേ ഈ ഒരു ഭാഗം നോക്കുമ്പോൾ വേറെ ലെങ്ത് ആണ് വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ തിങ്ക് ചെയ്തിട്ട് വേണം നമ്മൾ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.